അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു കഥ പറയാം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഖൈബറിലേക്ക് യാത്ര പുറപ്പെട്ടു. ഖൈബർ ഇന്നത്തെ പോലെ അന്നും ഒരു വലിയ ഫലഭൂഷ്ടമായ ഒരു നാടാണ്. ഒരുപാട് മരങ്ങളുള്ള മുഴുവൻ തണൽ വിരിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് ഖൈബർ. അങ്ങനെ അതിലൂടെ നടന്നിരിക്കെ ഒരു മരത്തണലിൽ അദ്ദേഹം വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയാണ്. അമരത്തണലായതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങിപ്പോയി. ചരിത്രകാരന്മാർ പറയുന്നില്ലേ, രാത്രി മുഴുവൻ അദ്ദേഹം ജനസേവനത്തിനായും പകൽ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുമായിരുന്നു ചെലവഴിച്ചിരുന്നത്. അങ്ങനെ പെട്ടെന്ന് അതിലൂടെ ഒരു സ്ത്രീ വന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കാലിൽ തൊട്ട് അവരെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്ന ഉടനെ ആ സ്ത്രീയെ കാണുകയാണ്. സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കളുടെ പ്രശ്നം? ആ സ്ത്രീ പറയുകയാണ്, ഞാൻ ഈ നാട്ടിൽ കഴിയുന്ന സ്ത്രീയാണ്. ഇവിടുത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഈ സ്ത്രീക്ക് അറിയുന്നില്ല. ആ സ്ത്രീ എന്നിട്ട് പറയുകയാണ്, ഇവിടെ കഴിഞ്ഞ വർഷം സകാത്ത് കൊടുക്കാനും പാവപ്പെട്ടവർക്ക് പൈസ വിഭജിച്ചു കൊടുക്കാനും വന്നത് അവരുടെ ഗവർണറായിരുന്നു. അത് വേറെ ആരുമല്ല, മുഹമ്മദ് ഇബ്നു മസ്സമ്മയായിരുന്നു. അദ്ദേഹം പക്ഷേ എനിക്ക് മാത്രം ഒന്നും തന്നില്ല. ഞാൻ വളരെ ദാരിദ്രരായ, പൈസയൊന്നുമില്ലാത്ത, പട്ടിണി കിടക്കുന്ന, അത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എനിക്ക് മാത്രം പൈസയൊന്നും ആ സ്ത്രീ തന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖത്ത് ഒരു ഐശ്വര്യവും ഒരു നല്ല ആളാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ തന്നെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ യാത്രയിൽ സേവകനായിരുന്ന ഈർക്കയോട് പറയുകയാണ്, നീ പോയി മുഹമ്മദ് ഇബ്നു മസ്സമ്മയെ വിളിച്ചു വരൂ. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അത് വേണ്ട, അദ്ദേഹത്തോടുള്ള അനാദരമാവുകയില്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ പോയി തന്നെ സംസാരിക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് വേണ്ട, ഞങ്ങൾക്ക് അവരെ ഇവിടേക്ക് വിളിക്കാം, എന്നിട്ട് പറയാം. എന്നിട്ട് അവസാനം സമ്മതിപ്പിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് ഇബ്നു മസ്സമ്മയെ വിളിക്കാൻ ഈർക്ക പോവുകയാണ്. ഈർക്ക അവിടേക്ക് എത്തിയപ്പോൾ ഉടനെ തന്നെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ തന്നെ മുഹമ്മദ് ഇബ്നു മസ്സമ്മ ഭയന്നു വിറക്കുകയാണ്. എന്തിനാണ് എന്നെ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വിളിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്തിനാണ് വിളിക്കുന്നത് എന്ന് ഈർക്കയോട് ചോദിക്കുമ്പോൾ ഈർക്ക പറയുകയാണ്, എനിക്കറിയുന്നില്ല, പക്ഷേ അവരുടെ അടുക്കൽ ഒരു സ്ത്രീയുണ്ട്, അവരുടെ എന്തോ പ്രശ്നം പരിഹരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ്, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും നേരം ഞാൻ പരാതി പറഞ്ഞത് എന്റെ അടുക്കൽ ഉണ്ടായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിനോടാണോ എന്ന് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ തവണ ഈ സ്ത്രീക്ക് നിങ്ങൾ കാശ് കൊടുത്തില്ല എന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാതെ പറ്റിയതാണ്, നിങ്ങൾ ഇവിടെ വെച്ച് എന്നെ ചോദ്യം ചെയ്യരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും എല്ലാം കൂട്ടി ഈ സ്ത്രീയുടെ ഇടപാടുകളെല്ലാം കഴിക്കണം എന്ന് പറയുകയാണ്. നെയിലിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി മരിച്ചാലും അത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പരാതി പറയും എന്ന പേടിച്ച ഖലീഫ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടന്ന ഖലീഫ. അതുകൊണ്ട് തന്നെയല്ലേ മഹാത്മാഗാന്ധിയും പറഞ്ഞത്, ഞങ്ങളുടെ ഇന്ത്യയിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ഒരു ഭരണാധികാരി ഉണ്ടായാലോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ കഥ നിർത്തുന്നു. വഹദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.